ഇവിടെ 56 ദിവസം നമ്മളിവിടെ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഓരോ ഇടവകകളും ഓരോ ദിവസവും വന്ന് ഇവിടെ ഈ സമരത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നുള്ളതൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ ബോധ്യമുള്ളതാണ്. പക്ഷെ നമുക്ക് അധികാരികളോടാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളത്. ഇവിടെ ചരിത്രപരമായ ഈ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ അതിരൂപത നടത്തിയ ഈ സമരത്തെ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള കാരണം തീരപ്രദേശത്തെ ജനങ്ങൾ അത് ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിന്റെയോ പേരിലല്ല ഈ സമരം രേഖപ്പെടുത്തുവാൻ പോകുന്നത്. തീരദേശ ജനത, ആ തീരദേശ ജനത എന്ന് പറയുമ്പോൾ അതിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാകും, മുസ്ലിം മതത്തിൽപ്പെട്ട സഹോദരന്മാരുണ്ടാകും, ഹിന്ദു മതത്തിൽപ്പെട്ട സഹോദരന്മാരുണ്ടാകും. അങ്ങനെ ഐക്യപ്പെട്ട ഐക്യ ജനതയുടെ ശബ്ദമായിട്ടാണ് ഈ സമരം മാറാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒന്ന് രണ്ട് സമരങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം തുടർച്ചയായി 30 വർഷത്തോളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അവരുടെ തെറ്റായ നയസമീപനം എന്ന് പറയുമ്പോൾ സിംഗൂർ എന്ന് പറയുന്ന ഗ്രാമം ടാറ്റ എന്ന മഹാപ്രസ്ഥാനത്തിന് തീരെഴുതി കൊടുത്തുകൊണ്ട് അവിടെ ടാറ്റയുടെ നാനോ കാർ പ്രോജക്ട് പദ്ധതി അവർ അവിടെ നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഏകദേശം 1000 ഏക്കർ പ്രദേശമാണ് ആ ഗവൺമെന്റ് അന്നത്തെ ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന ഗവൺമെന്റ് അവിടെ കൊടുത്തിരുന്നത്, തീരെഴുതി കൊടുത്തത്. പക്ഷേ ആ 1000 ഏക്കർ പ്രദേശത്ത് അധിവസിച്ചിരുന്ന സാധാരണപ്പെട്ട നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ പോലെ ജീവിച്ചിരുന്ന ആ മേഖലയിൽ ജീവിച്ചിരുന്ന കർഷകർ ഉണ്ടായിരുന്നു. ആ കർഷകർ ഒന്നടങ്കം ഐക്യപ്പെട്ടുകൊണ്ട് ആ പ്രോജക്റ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ അതിശക്തമായ സമരം നടത്തി. പശ്ചിമ ബംഗാൾ ഗവൺമെന്റിനെതിരെ അതിശക്തമായി ഒറ്റക്കെട്ടായി അവർ അണിചേർന്നു. അങ്ങനെ അണിചേർന്നത് കൊണ്ട് ആ സമരം അവർക്ക് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. 30 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കുവാൻ സാധാരണപ്പെട്ട കർഷകർക്ക് കഴിഞ്ഞു. ആ സിംഗൂർ സമരത്തെയാണ് ഇവിടെ ഞാൻ വിഴിഞ്ഞം സമരവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ഉന്നയിക്കുന്നത്. ഈ ഗവൺമെന്റ് കണ്ണു തുറക്കണം. ഈ ഗവൺമെന്റ് കണ്ണു തുറന്നില്ലെങ്കിൽ കണ്ണു തുറപ്പിച്ചുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സിംഗൂർ സമരം പറഞ്ഞത്. രണ്ടാമതൊരു സമരമുണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നത്, പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമട എന്ന സ്ഥലത്ത് നടന്നത്. 2000-ൽ കൊക്കക്കോള എന്ന അന്താരാഷ്ട്ര ഭീമന്മാർ അവിടെ വന്ന് ഒരു കൊക്കക്കോള പ്ലാന്റ് ഉണ്ടാക്കി. എന്നിട്ട് ആ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഏകദേശം 40 ഏക്കറോളം ഭൂപ്രദേശം അവിടുത്തെ കർഷകരെയൊക്കെ മാറ്റിക്കൊണ്ട് അവിടുത്തെ ഗ്രാമീണ വാസികൾക്ക് ഈ അദാനി ഇവിടുത്തെ ഇന്നത്തെ ഗവൺമെന്റ് എന്തൊക്കെ പ്രലോഭനങ്ങളാണോ കൊടുത്തത്, ഇവിടെ സിംഗപ്പൂരാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന പിണറായി സർക്കാർ അന്ന് ആ കാലഘട്ടത്തിൽ പ്ലാച്ചിമടയിൽ അവിടെ 40 ഏക്കർ പ്രദേശത്ത് കൊക്കക്കോള കമ്പനി പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ഭൂപ്രദേശത്തെ ഭൂഗർഭജലം, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ, അത് മുഴുവൻ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പോഴാണ് ഗ്രാമീണവാസികൾ, അവിടുത്തെ ഗ്രാമീണവാസികൾ, ആദിവാസികൾ ഉൾപ്പെട്ട ഗ്രാമീണവാസികൾ തിരിച്ചറിഞ്ഞത് ഞങ്ങൾക്ക് കുടിക്കുവാൻ ദാഹജലമില്ല, ഞങ്ങൾക്ക് കുടിക്കുവാൻ തെളിനീരില്ല, അതെല്ലാം കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ടു, അതെല്ലാം മലിനീകരിക്കപ്പെട്ടു ഈ ഫാക്ടറി വന്നതുകൊണ്ട്. അപ്പോൾ ഒരു വീട്ടമ്മ, ആദിവാസി സ്ത്രീയായ ഒരു വീട്ടമ്മ, കേട്ടുകാണ് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, മൈലമ്മ എന്ന് പറയുന്ന അമ്മ, ഒരു ആദിവാസി സ്ത്രീ, അത് ആ ആദിവാസി സ്ത്രീയുടെ നേതൃത്വത്തിൽ അവിടെ പ്ലാച്ചിമട സമരം ആരംഭിച്ചു. 2004-ൽ പ്ലാച്ചിമട ആ സമരത്തിന്റെ സമരസമിതിയുടെ മുന്നിൽ കൊക്കക്കോള കമ്പനിക്ക് അടിയറവ് പറയേണ്ടി വന്നു. മൈലമ്മ എന്ന സ്ത്രീ കരുത്താർജിച്ചുകൊണ്ട് ആ മൈലമ്മയോടൊപ്പം അണിചേർന്നുകൊണ്ട് അവിടുത്തെ ഗ്രാമവാസികളും ആദിവാസികളും ഒക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് അണിനിരന്നപ്പോൾ
അന്താരാഷ്ട്ര ഭീമന്മാർക്ക് അവരുടെ പ്ലാന്റ് വിട്ടു പോകേണ്ട അവസ്ഥ വന്നു. ഈ സമരവും അത്തരത്തിൽ അദാനിക്ക് കൊക്കക്കോള കമ്പനി വിട്ടുപോകേണ്ട, അതായത് കൊക്കക്കോള കമ്പനിക്ക് പ്ലാച്ചിമടയിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരവസരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, പാലക്കാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിഴിഞ്ഞത്ത് അദാനിക്കും ഈ പോർട്ട് ഇവിടെ നിന്ന് നിർത്തി അവരിവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ സമരം കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തയ്യാറല്ലേ? നമ്മൾ തയ്യാറാണ്. ആ സമരം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയമായ, എനിക്ക് രാഷ്ട്രീയം വ്യക്തമായിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. പക്ഷെ ഈ സമരത്തിൽ രാഷ്ട്രീയമായ ഒരു കണ്ണും ഇല്ലാതെ ഈ സമരത്തിൽ പാവപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട തീരദേശ ജനതയോടൊപ്പമാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയാണ്, അവരോടൊപ്പമാണ് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ ഗവൺമെന്റ് പലപ്പോഴും ആരോപണങ്ങൾ ഉയർത്തുന്നു. ഗവൺമെന്റിനെതിരെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുമ്പോൾ അവരെ രാജ്യദ്രോഹികളായി കുറ്റം ചുമത്തുന്നു. അതല്ലെങ്കിൽ അവർ ഭീകരവാദികളായി ചിത്രീകരിക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളികളെയും ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട്, രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നു. അതൊക്കെ വളരെ കരുതലോടുകൂടി നമ്മൾ അത് ഉണർന്നു തന്നെ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമരം 56 ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ സമരത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ 1, 2, 3, 4 ഘട്ടങ്ങളായിട്ട് ഈ സമരത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. ഈ സമരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ, സെക്രട്ടേറിയറ്റ് നടയിൽ സൂചനാപരമായിട്ട് നമ്മൾ ജൂലൈ മാസത്തിൽ നമ്മൾ ഏകദേശം ജൂലൈ 20-ാം തീയതി, ജൂലൈ മാസം 20-ാം തീയതി നമ്മൾ സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മൾ 10 ദിവസം ജൂലൈ 30 വരെ സൂചനാ പണിമുടക്ക്, സൂചനാ സത്യാഗ്രഹം നമ്മൾ നടത്തി. അപ്പോൾ ഗവൺമെന്റ് വിചാരിച്ചു, പിണറായി സർക്കാർ വിചാരിച്ചു, അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വിചാരിച്ചു, കോൺഗ്രസുകാരും വിചാരിച്ചു, BJP-കാരും വിചാരിച്ചു, ഞാൻ എല്ലാവരെയും പറയണ ഈ അതിരൂപതയുടെ ഈ സമരം 10 ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന്. പക്ഷേ 10 ദിവസമായപ്പോൾ പോലും ഭരണാധികാരികൾ ശ്രദ്ധിക്കാതെ പോയി. ഈ സമരത്തിനെ നിസ്സാരവൽക്കരിച്ചു. അങ്ങനെ നിസ്സാരവൽക്കരിച്ചപ്പോൾ നമുക്ക് 2ാം ഘട്ട സമരം നമുക്ക് തുടങ്ങേണ്ടി വന്നു. അങ്ങനെ 2ാം ഘട്ട സമരവും 3ാം ഘട്ട സമരവും എത്തി. ഇപ്പോൾ നമ്മളിവിടെ 6 പേരെ ഓരോ ദിവസവും അണിനിരത്തിക്കൊണ്ട് നിരാഹാര സമരത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മുടെ 2 പിതാക്കന്മാരാണ് ആദ്യമേ തെരുവിലിറങ്ങിയത്. ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ, ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ തെരുവിലിറങ്ങി പാവപ്പെട്ട ജനങ്ങൾക്ക്, സഭയിലെ ജനങ്ങൾക്ക് വേണ്ടി, തങ്ങളെ വിശ്വസിക്കുന്ന ഈ തീരദേശ ജനതയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജാതിയോ മതമോ ഒന്നും ചിന്തിക്കാതെ 2 പിതാക്കന്മാർ വന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട അവസ്ഥ. എന്നിട്ട് പോലും ഗവൺമെന്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന് കൃത്യമായ മറുപടി 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, 2025 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം അധികാരമായ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ വോട്ടവകാശം വിനിയോഗിച്ച് ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഞാനിത് എന്തിനു വേണ്ടി പറഞ്ഞു എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും രാഷ്ട്രീയമാണല്ല. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം 35 നിയോജക മണ്ഡലങ്ങളിൽ കൃത്യമായി സ്വാധീനം ചെലുത്തുവാൻ ലത്തീൻ കത്തോലിക്കർക്ക് കഴിവുണ്ട്. ആ 135 നിയോജക മണ്ഡലങ്ങളിൽ ആര് വരണം, ആര് തോൽക്കണം, ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തികളിൽ ഒന്നായിട്ടാണ് ലത്തീൻ കത്തോലിക്കരെ കാണുന്നത്. ക്രിസ്തീയ സഭ മുഴുവനായിട്ട് ചേരുമ്പോൾ കേരളത്തില് ആര് ഭരിക്കണം, ആര് ഭരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ക്രിസ്തീയ സഭയായിരിക്കും. ഇവിടെ ഞാൻ വർഗീയതയോ മതമോ ഒന്നും പറയുന്നില്ല. ആരാണോ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത്, ആരാണോ നന്മ ചെയ്യുന്നത്, ആ നന്മയോടൊപ്പം അണിചേർന്നുകൊണ്ട് നമുക്ക് വരും കാലങ്ങളിൽ വോട്ടവകാശത്തിലൂടെ നമുക്ക് തീരുമാനമെടുക്കാമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് ഇന്നിവിടെ എത്തിച്ചേർന്ന പുത്തൻതോപ്പിലെയും ഫാത്തിമാപുരത്തെയും അതുപോലെ തന്നെ മരിയനാട്
സെന്റ് ആൻഡ്രൂസ് അന്ന് ഒരു ഇടവക വിട്ടുപോയ തീർന്നു. അതുകൊണ്ട് സെന്റ് ആൻഡ്രൂസ് ഇങ്ങനെയുള്ള ഇടവകളിൽ നിന്ന് വന്നെത്തിച്ചേർന്ന നല്ലവരായ എല്ലാ ഇടവക അംഗങ്ങളെയും ഹാർദവമായി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു.